നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറെ കാലങ്ങളായി ഹൂത്തികൾ ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകൾക്ക് ഒരു ഭീഷണിയാണ്. ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ ഇറാന് നേരെയുള്ള സംഘർഷം ഒതുക്കിയതിന് പിന്നാലെ ചെങ്കടലിൽ പക്ഷേ ഹൂത്തികൾ വീണ്ടും തലപൊക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ കാലം മുതൽ തന്നെയാണ് അവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഹൂത്തികൾ രംഗത്തേക്ക് വരുന്നത്. ഇപ്പോഴും ചെങ്കടലിൽ അവരൊരു ഭീഷണിയായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത്രയും കാലങ്ങളായിട്ടും അവരെ പൂർണ്ണമായും തുടച്ചു നീക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധമില്ലാത്ത കപ്പലുകളടക്കം തന്നെ അതുവഴി പോകുമ്പോൾ അവർക്കും ഒരു ഭീഷണിയാണ് ഹൂത്തികൾ അവിടെ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ചെങ്കടലിൽ മുക്കിയ കപ്പലിൽ അകപ്പെട്ടിരിക്കുകയാണ് ഒരു മലയാളിയും. ഹൂത്തികൾ ബന്ദിയാക്കിയെന്ന റിപ്പോർട്ടാണ് വരുന്നത്. കുടുംബം മുഴുവൻ ഇപ്പോൾ ആശങ്കയിലാണ്. എൻഡെംനിറ്റി സി എന്ന കപ്പലിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ പത്തിയൂർ ശ്രീജാലയത്തിൽ അനിൽകുമാറിനെയാണ് ബന്ദിയാക്കിയത്. ബുധൻ രാവിലെയാണ് കപ്പൽ കമ്പനിയിൽ നിന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. ഫെബ്രുവരി 22-നാണ് പാലക്കാട്ടെ ഏജൻസി മുഖേന ഗ്രീക്കിലെ സി ഗാർഡൻ മാരിടൈം സെക്യൂരിറ്റി കമ്പനിയിൽ അനിൽകുമാർ ജോലിയിൽ പ്രവേശിച്ചത്. ജൂലൈ 7-ന് സൊമാലിയയിൽ നിന്നും തിരിച്ച് ചെങ്കടൽ വഴി വരുന്ന സമയത്ത് ഹൂത്തികൾ കപ്പൽ ആക്രമിച്ചു. ആക്രമണത്തിൽ കപ്പൽ മുങ്ങി. കപ്പലിൽ ഉണ്ടായിരുന്ന കന്യാകുമാരി സ്വദേശി രക്ഷപ്പെട്ട് നാട്ടിൽ എത്തിയതായി വിവരം ലഭിച്ചു. എന്നാൽ മലയാളിയായ അനിൽകുമാറിനെ ഹൂത്തികൾ ബന്ദിയാക്കുകയായിരുന്നു. സംഭവം വിദേശ മാധ്യമങ്ങളടക്കം വാർത്തയാക്കിയിരുന്നു. ഈ മാസം 6-ന് അനിലുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും ചെങ്കടലിലേക്ക് പോവുകയാണെന്നും അന്ന് പറഞ്ഞിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. ഭർത്താവിനെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഭാര്യ ശ്രീജ കേന്ദ്ര സർക്കാരിനെയും കെ സി വേണുഗോപാൽ എംപിയെയും സമീപിച്ചിരിക്കുകയാണ്. ഇസ്രായേലിലെ ഈലൌട്ട് തുറമുഖത്തേക്ക് പുറപ്പെട്ട ലൈബീരിയൻ പതാക വഹിച്ച എറ്റർനിറ്റി സി എന്ന കപ്പലാണ് ഹൂത്തികൾ പിടിച്ചെടുത്ത് മുക്കിയത്. ഫിലിപ്പീൻസ്, ഗ്രീസ് സ്വദേശികളായ ജീവനക്കാർ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഒരു മലയാളി ഉൾപ്പെടെ 6 പേരെ യൂറോപ്യൻ നാവികസേന രക്ഷപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം സ്വദേശി അഗസ്റ്റിനാണ് രക്ഷപ്പെട്ട മലയാളി. പക്ഷേ 12 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇസ്രായേൽ തുറമുഖത്തേക്കുള്ള യാത്രയ്ക്കിടെ കപ്പൽ ആക്രമിച്ചെന്ന് ഹൂത്തി വക്താവ് യഹിയ സാരി പ്രസ്താവനയിലും അറിയിച്ചിരുന്നു. ആളില്ലാ ബോട്ടും ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. ആക്രമണ ദൃശ്യങ്ങളും പകർത്തിയിട്ടുണ്ട്. ഇസ്രായേൽ തുറമുഖത്തേക്ക് നീങ്ങുന്ന കപ്പലായതിനാലാണ് ആക്രമണത്തിന് കാരണമായതെന്നും യഹിയ പറഞ്ഞിരുന്നു. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ക്രൂരതകൾക്ക് പ്രതികാരമായാണ് ചെങ്കടലിലെ ആക്രമണങ്ങൾ എന്നാണ് ഹൂത്തികൾ പറയുന്നത്. ഗ്രീക്ക് കമ്പനിയുടെ ലൈബീരിയൻ രജിസ്ട്രേഷനുള്ള എറ്റർനിറ്റി സി കപ്പലാണ് ആക്രമണത്തിന് ഇരയായത്. 3 ജീവനക്കാർ കൊല്ലപ്പെടുകയും ഒരു മലയാളി ഉൾപ്പെടെ 6 പേരെ യൂറോപ്യൻ നാവികസേന രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. അന്ന് തിരുവനന്തപുരം സ്വദേശി അഗസ്റ്റിനാണ് രക്ഷപ്പെട്ടത്. പക്ഷേ മറ്റുള്ള ആളുകൾ ഹൂത്തി വിമതരുടെ തടങ്കിലാണെന്നാണ് സൂചന. അതിലാണ് ഇപ്പോൾ അനിൽകുമാറും പെടുന്നത്. ഏതായാലും ഡ്രോണുകളടക്കം ഉപയോഗിച്ചാണ് ഇവർ ഈ കപ്പലിനെ ആക്രമിച്ചത്. സമീപകാലത്ത് ചെങ്കടലിൽ ഹൂത്തികൾ നടത്തിയ ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നായാണ് എറ്റർനിറ്റി സിക്കെതിരെയുള്ള ആക്രമണത്തെ കരുതിപ്പോരുന്നത്. 1 മണിക്കൂറോളം ആക്രമണം നീണ്ടതോടെയാണ് കപ്പൽ മുങ്ങിയത്. ഡ്രോൺ ആക്രമണത്തിന് പുറമെ റോക്കറ്റുകളിലൂടെയും ഗ്രനേഡുകളും ബോംബുകളും ഹൂത്തികൾ പ്രയോഗിച്ചിരുന്നു. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ക്രൂരതകൾക്ക് പ്രതികാരമായാണ് ചെങ്കടലിലെ ആക്രമണങ്ങളെന്നാണ് ഹൂത്തികളുടെ നിലപാട്. ഏതായാലും CPM സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ KH ബാബുജാൻ അനിൽകുമാറിന്റെ വീട്ടിലെത്തി വിവരം ശേഖരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ജോൺ ബ്രിട്ടാസ് MPയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ഉടൻ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഭ MLAയും സംഭവത്തിൽ ഇടപെട്ടു. എറ്റർനിറ്റി സി കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഇന്ത്യൻ ജീവനക്കാരൻ ജിസാൻ വഴി സൗദി അറേബ്യയിലെത്തിയതായും ജിദ്ദയിലെ കോൺസുലേറ്റും അറിയിച്ചിരുന്നു. കപ്പലിലെ സുരക്ഷാ ഗാർഡായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. ഇന്ത്യക്കാരനായ അഗസ്റ്റിൻ ദസയാൻ ആക്രമണത്തിൽ രക്ഷപ്പെട്ട് മറ്റു രാജ്യങ്ങളിലെ ജീവനക്കാരോടൊപ്പമാണ് അന്ന് ജിസാനിൽ എത്തിച്ചേർന്നത്. തുടർന്ന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നുള്ള ഒരു സംഘം അദ്ദേഹത്തെ സന്ദർശിക്കുകയും ഇന്ത്യയിലേക്കുള്ള മടക്ക യാത്രയ്ക്ക് ആവശ്യമായ സൗകര്യമൊരുക്കുകയായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച പ്രാദേശിക സമയം 7:50-നാണ് എറ്റർനിറ്റി സി കപ്പൽ മുങ്ങിയത്. ഈജിപ്തിലെ പോർട്ട് സെയ്ദിൽ നിന്ന് സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു കപ്പൽ. അതാണ് ആക്രമണത്തിന് ഇരയായത്. ആഗോള വ്യാപാരത്തിന് പ്രത്യേകിച്ച് എണ്ണയ്ക്കും അവശ്യവസ്തുക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രധാന സമുദ്ര ഇടനാഴിയാണ് യമൻ കടലെടുക്ക. ആക്രമണത്തിൽ 4 ക്രൂ അംഗങ്ങൾ മരണപ്പെട്ടിരുന്നു. ആക്രമണ സമയത്ത് ലൈഫ് ബോട്ടുകൾ തുറന്നുവിടാൻ ജീവനക്കാർക്ക് കഴിഞ്ഞിരുന്നില്ല. കപ്പലിൽ 22 ജീവനക്കാരും 3 പേരടങ്ങുന്ന സായുധ സുരക്ഷാ സംഘവുമാണ് ഉണ്ടായിരുന്നത്.
ഇവരിൽ 8 ഫിലിപ്പീനോ ജീവനക്കാരെയും ASTയിലെ 2 പേരെയും ഇന്ത്യക്കാരനും ഗ്രീക്കുകാരനും രക്ഷപ്പെട്ടിരുന്നു. 6 ഫിലിപ്പീനോ ജീവനക്കാരെ ഹൂത്തി സേന രക്ഷപ്പെടുത്തി ബന്ദികളാക്കിയതായാണ് റിപ്പോർട്ട്. ഇവരിലാണ് മലയാളികളും ഉൾപ്പെടുന്നത്. ഏതായാലും ഹൂത്തികളുടെ കസ്റ്റഡിയിലുള്ള കപ്പൽ ജീവനക്കാരുടെ ക്ഷേമത്തിൽ ഞങ്ങൾ വളരെയധികം ആശങ്കാകുലരാണെന്നും അവരുടെ സുരക്ഷയും വേഗത്തിലുള്ള മോചനവും ഉൾപ്പെട്ട എല്ലാവർക്കും മുൻഗണന നൽകണമെന്നും UK ആസ്ഥാനമായുള്ള സമുദ്ര അപകട സാധ്യതാ മാനേജ്മെന്റ് സ്ഥാപനമായ വാൻഗാർഡ് ഡെക്കിന്റെ ഇന്റലിജൻസ് മേധാവി എല്ലി ഷാഫിഖ് പറഞ്ഞിരുന്നു. ചെങ്കടലിൽ ഹൂത്തി വിമതരുടെ ആക്രമണങ്ങൾ വീണ്ടും രൂക്ഷമാവുകയാണ്. ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ചരക്ക് കപ്പലുകൾ മുഖ്യ വാർത്തയും പുറത്തു വന്നിരുന്നു. ഈ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 4 നാവികരടക്കം കൊല്ലപ്പെടുകയും നിരവധി പേരെ കാണാതാവുകയും തുടങ്ങിയിട്ടുള്ള സംഭവ വികാസങ്ങൾക്കാണ് അവിടെ സാക്ഷ്യം വഹിച്ചത്. ഹൂത്തികളെ കീഴടക്കിയെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ ഈ കപ്പലുകൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മെയ്യിൽ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിനൊപ്പം നടത്തിയ ചർച്ചയിൽ 52 ദിവസത്തെ തീവ്രമായ ബോംബാക്രമണത്തിന് ശേഷം ഹൂത്തികൾ കീഴടങ്ങിയെന്നും ഇനി കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. അവർ ഇനി കപ്പലുകൾ ആക്രമിക്കില്ലെന്നും പറഞ്ഞിരുന്നു. ഞങ്ങൾ ബോംബാക്രമണവും നിർത്തിയെന്നാണ് ട്രംപ് മെയിൽ പറഞ്ഞത്. എന്നാൽ ജൂലൈ 6-ന് ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള മാജിക് സീസ് എന്ന കപ്പലും തൊട്ടടുത്ത ദിവസമാണ് എറ്റേണിറ്റി സീ എന്ന കപ്പലും ഹൂത്തികൾ മുക്കിയത്. എറ്റേണിറ്റി സീയിലെ ആക്രമണത്തിൽ അന്ന് 4 ജീവനക്കാരും മരിക്കുകയും നിരവധി ആളുകളെ കാണാതാവുകയും ചെയ്തിരുന്നു. ഏതായാലും ട്രംപിന്റെ വാക്കുകളെല്ലാം തന്നെ വെറും പാഴ്വാക്കുകളായി എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് ഈ 2 കപ്പലുകൾക്ക് സംഭവിച്ചിട്ടുള്ള ഹൂത്തി ആക്രമണം. 52 ദിവസത്തെ US വ്യോമാക്രമണ പ്രചാരണത്തിനായി 1100-ലധികം ആക്രമണങ്ങൾ നടത്തുകയും 100 കണക്കിന് ഹൂത്തി വിമതരെ കൊല്ലുകയും $1 ബില്യൺ ചിലവഴിക്കുകയും ചെയ്തു. എന്നിട്ടും ഹൂത്തികളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ US കഴിഞ്ഞിരുന്നില്ല. യുദ്ധം തുടങ്ങി 30 ദിവസങ്ങൾക്ക് ശേഷവും ഹൂത്തികൾ US ഡ്രോണുകളെ വെടിവെച്ചിടുകയും നാവിക കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. പുതിയ ആക്രമണങ്ങൾ USനെ വീണ്ടും സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കുമെന്നാണ് സൂചന. നാവിഗേഷൻ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ തങ്ങൾ തുടരുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് പറഞ്ഞു. ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതർ പ്രാദേശിക സുരക്ഷയ്ക്ക് ഉയർത്തുന്ന ഭീഷണി ഈ ആക്രമണങ്ങൾ തെളിയിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ചെങ്കടൽ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് ചരക്ക് കപ്പലുകൾ വഴിതിരിച്ചു വിടുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം വെല്ലുവിളിയായതോടെ ഹൂത്തി വിമതരുടെ ആക്രമണം ഒഴിവാക്കാൻ ജീവനക്കാരുടെ മതം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ കപ്പലുകൾ അയക്കുന്നതായാണ് വിവരം. ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തികൾ ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇത് ചില കപ്പലുകളിൽ മുസ്ലിം ജീവനക്കാരെ മാത്രം ഉൾപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നു. ജീവനക്കാരെല്ലാം മുസ്ലിങ്ങളാണെന്ന സന്ദേശമാണ് കപ്പലുകൾ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാനായി നൽകുന്നത്. ഈ ആഴ്ച മാത്രം ഇസ്രായേലിലേക്ക് പോയ 2 ചരക്ക് കപ്പലുകളാണ് ഹൂത്തികൾ ആക്രമിച്ചു മുക്കിയത്. ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തെ ഹൂത്തികളുടെ ആക്രമണം സാരമായി ബാധിച്ചിട്ടുണ്ട്. എണ്ണ അടക്കമുള്ളവയുടെ ചരക്ക് നീക്കത്തിലും സുപ്രധാന പങ്കുവഹിക്കുന്ന സമുദ്ര ഇടനാഴിയാണ് ചെങ്കടൽ. ഹൂത്തികളുടെ ആക്രമണം ശക്തമായതോടെ ഇതുവഴിയുള്ള ചരക്ക് ഗതാഗതവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും മറ്റുള്ള അതുവഴി കടന്നു പോകുന്ന ചരക്ക് കപ്പലുകൾക്കടക്കം വലിയ നഷ്ടമാണ് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ യാത്ര നീളുന്നതും വലിയ നഷ്ടമാണ് ഉണ്ടാക്കി വെക്കുന്നത്. പക്ഷേ ഇത്രയും കാലങ്ങളായിട്ടും ഇപ്പോഴും അവിടെ ഹൂത്തികൾ ഒരു വെല്ലുവിളിയായി നിലനിൽക്കുകയാണ്. ഇപ്പോഴും കപ്പലുകൾ അവിടെ ഭീഷണിയായിട്ട് കപ്പലുകൾ മുക്കുന്ന കാഴ്ചയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.